ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ്തെറ്റിക് മാസ്റ്റർ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗ് പോലെയാണ്. എൻ്റെ ഒരു വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് 5 മണി കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പ്രിൻ്റ് എടുക്കാൻ പോയി. പ്രിൻ്റ് എടുത്തിട്ട് അവിടെ നടത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ അടുത്ത അമ്പലത്തിലെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ബസ് കയറുന്നവരെ അവിടെ ഇരുന്നു. അതൊക്കെ കണ്ട് കുറേ അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൈഡ് ആയതുകൊണ്ട് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ചെടുത്തു. നല്ല ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വളരെ ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പുറത്തെ സൈഡായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എടുക്കാമായിരുന്നു. ഇതിപ്പം പറ്റുന്ന കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് മൊത്തം എനിക്ക് ഇപ്പം നമ്മുടെ മെറ്റീരിയൽ സ്റ്റോക്ക് കൂടുന്നത് കൊണ്ട് എല്ലാം കൂടെ വെക്കാൻ സ്ഥലമില്ല. അപ്പം ഞാൻ മാക്സിമം വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് മിസ്സാക്കി ഇത് ചെയ്യുന്നുണ്ട്. ഇത് 2ാമത്തെ ദിവസമാണ്. അതായത് പിറ്റേ ദിവസം ശനിയാഴ്ച ഫുൾ ഈവനിങ് ആണ് വർക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ ഇൻറ്റീരിയർ വർക്ക് കൂടെ ചെയ്യും. അപ്പോൾ വീടിൻ്റെ അടുത്തേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റീരിയറും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കുറച്ച് എനിക്കിങ്ങനെ മൂഡ് വരുന്ന അനുസരിച്ചിട്ടാണ് ഞാനിങ്ങനെ ജോലി ചെയ്യുന്നത്. അപ്പം മൾട്ടി ടാസ്കിങ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി വർക്കാണ്. ഇത് നമുക്ക് നാളെ കൊടുക്കാനുള്ളതാണ്. അതായത് സൺഡേ കൊടുക്കാനുള്ള വർക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻറ്റീരിയറും കൊടുക്കണമെന്നുണ്ടായിരുന്നു, ഇതും കൊടുക്കണം. ഇൻറ്റീരിയർ എനിക്ക് അങ്ങനെ അതായത് തോന്നുന്ന ടൈമിലാണ് ഞാൻ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം കൂടുതൽ നൈറ്റാണ് വർക്ക് ചെയ്യാറ്. നൈറ്റാണ് അത്രയും ടൈം കിട്ടുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ള് ഇത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. രാത്രി 1:30 ടൈമാണ്. ആ സമയത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഡെയിലി ഇങ്ങനെ ഒരു 2 മണി വരെയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഡ്രീം ക്യാച്ചർ ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ടാസിൽസൊക്കെ ഇടണം. അപ്പോൾ അത് നമ്മൾ ശംഖ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു മോഡലിൻ്റെ റെപ്പറ്റേഷൻ കിട്ടിയതാണ്. ഒരു ബ്ലൂ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ടാസിൽസൊക്കെ അറ്റാച്ച് ചെയ്തു. അത് ഡ്രില്ല് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്തു, അല്ലെങ്കിൽ ഇത്രയും ലേറ്റ് ആകത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു 2:30 ആയി കാണും. 2:30 ആയപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയത്. ഇനി വേണം കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഗ്ലിറ്റർ ലാമിനേഷൻ അവൈലബിൾ ആണ്. കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ടാസിൽസ് വേണ്ടെങ്കിൽ അതും ഇല്ലാതെ ചെയ്തു തരും. അപ്പോൾ വർക്ക് വേണ്ടവർ ഈ നമ്പറിലോട്ട് ഞങ്ങളെ വാട്സപ്പ് ചെയ്താൽ മതി. അതിൽ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരാം. പിന്നെ ഗ്ലിറ്റർ ലാമിനേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഗ്ലോസിയോ മാറ്റോ ലാമിനേഷൻസ് ചെയ്ത് അതിൽ ഫോട്ടോ ചെയ്തു തരും. ഫോട്ടോയുടെ കളർ അനുസരിച്ചാണ് ഡ്രീം ക്യാച്ചർ കസ്റ്റമൈസ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ട്രെൻഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇപ്പോൾ ദിസ് ഈസ് ദ സെക്കൻഡ് ഓർഡറാണ് ഡ്രീം ക്യാച്ചറിൻ്റെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിഷ്ടപ്പെട്ട് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലായിരുന്നാലും നിങ്ങളുടെ സജഷൻസും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അപ്പോൾ ടേക്ക് കെയർ, ബൈ.